കോട്ടയത്തെ റുമാറ്റിക് ഫീവർ രഹിത ജില്ലയായി പ്രഖ്യാപിച്ച് റുമാറ്റിക് ഹാർട്ട് ക്ലബ്. കോട്ടയം ജില്ലയിൽ 2024 ഒറ്റ റുമാറ്റിക് ഫീവർ രോഗിയെ പോലും കണ്ടെത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിൽ ക്ലബിന്റെ 27ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു പ്രഖ്യാപനം. റുമാറ്റിക് ഹൃദ്രോഗ നിയന്ത്രണത്തിനായി പ്രവർത്തനം നടത്തുന്ന ഡോക്ടർമാരുടെയും റുമാറ്റിക് ഹൃദ്രോഗം വന്ന രോഗികളുടെയും കുടുംബാംഗങ്ങളുടെയും സംഘടനയാണ് റുമാറ്റിക് ഹാർട്ട് ക്ലബ്ബ്. ഇതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു കോട്ടയത്തെ റുമാറ്റിക് ഫീവർ രഹിത ജില്ലയായി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ ആകെ 14 റുമാറ്റിക് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കോട്ടയം ജില്ലയിൽ ഒരു രോഗി പോലും ഉണ്ടായിരുന്നില്ല. ഇത് കൃത്യമായ പ്രതിരോധത്തിൻ്റെ ഭാഗമാണെന്ന് ഡോക്ടർമാർ പറയുന്നു. കേരളത്തിൽ റുമാറ്റിക് ഫീവർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ടാകുന്ന റുമാറ്റിക് ഫീവറിനെ തുടച്ചു നീക്കുകയാണെങ്കിൽ അത്രയും ആൾക്കാർക്ക് ഹാർട്ട് ഡിസീസ് ഇല്ലാതാക്കുവാൻ പറ്റും. ഇപ്പം നമുക്ക് മോചനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് കോട്ടയം ജില്ലയിൽ നമുക്ക് റുമാറ്റിക് ഫീവർ കഴിഞ്ഞ 2-3 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് വലിയൊരു നേട്ടമായിട്ട് കോട്ടയം മോഡൽ ഓഫ് ഹെൽത്ത് കെയർ എന്ന് പറയാൻ പറ്റും. റുമാറ്റിക് ഫീവർ പൂർണ്ണമായും ഒരു ജില്ലയിലും നിയന്ത്രണ വിധേയമായി രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയുടെയും കേരളത്തിൻ്റെയും ഈ നേട്ടം വളരെ പ്രാധാന്യമർഹിക്കുന്നു. സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.